അപ്പൊ നമ്മള് ദുബൈയില് സേവനത്തിന്റെ ഓണത്തിന്റെ പ്രാക്ടീസ് ആണ്. ഓണക്കളിയൊക്കെ ഉണ്ട്. നമുക്ക് കുറച്ച് ആൾക്കാരുടെ ചോദിച്ചു നോക്കാം. വാ സുബിന, എങ്ങനെയുണ്ടോ? അഭിഷേക് പോലെ എങ്ങനെയുണ്ട് ഓണം? എന്റെ ആദ്യത്തെ ഓണം. എങ്ങനെയുണ്ട് ഓണം? അടിപൊളി. ഓണ തകർക്കും. കളിക്കളി എങ്ങനെയുണ്ട്? അടിപൊളി. സെറ്റ്. എന്തെങ്ങനെയുണ്ട്? അടിപൊളി. എങ്ങനെയുണ്ട് ഈ കൊല്ലം ഓണം? എങ്ങനെ തകർക്കും? പോളിസ് തകർക്കും. അഭിഷേടാ ചോദിക്കട്ടെ, എങ്ങനെയുണ്ട് ഈ കൊല്ലത്തെ ഓണം? തകർക്കും. പുളിയാണ്, കുളമാണ്, സൂപ്പറാണ്. കാണാൻ പോവുകയാണ്. മറ്റന്നാളാണ് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങള്. പിന്നെ താർക്കൂലെ പൊളിച്ചെടുക്കുമ്പോൾ. ഏതാണ് മൂട്? ഓണം മൂട്, പുളിമൂട്. സേവനത്തിനെ കുറിച്ചാ? സേവനം നമ്മളിവിടെ ഓരോ വർഷം കഴിയുന്തോറും ഗംഭീര പരിപാടികളായിട്ട് ദിബയിൽ നിറഞ്ഞു നിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ വർഷം കഴിഞ്ഞ വർഷത്തെക്കാള് നമ്മൾ തകർക്കാനുള്ള എല്ലാ സെറ്റും ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ കൊല്ലം നമ്മൾ പൊളിക്കുന്ന പറയണ പിള്ളേർ ചോദിക്കാം, എങ്ങോട്ട് ഓണം? തകർക്കോ? എങ്ങനെയുണ്ട് ഓട്ടം? ഇനിയിപ്പോ ഈ തലമുറയല്ലേ, എങ്ങനെയുണ്ട് ഓണം? നല്ലതാണ്. ഇപ്പം സേവനം ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട്, കൈകൊട്ടിക്കളി, അതും അടിപൊളിയൊക്കെയാണ്. ഓണം നമുക്ക് കളറാക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് പുതിയ തലമുറയോട് ചോദിക്കാം. ദുബായിലെ പുതിയ തലമുറ ഇവരാണ്, ഇവരൊക്കെയാണ് ഓണം ആഘോഷിക്കുന്നത്. എങ്ങനെയുണ്ട് ഓണം? നല്ലതാണ്. എത്രാമത്തെ ഓണം കൂടെ? കൊറേ വട്ടം ഓണൊക്കെ സെലിബ്രേറ്റ് ചെയ്തു. കഴിഞ്ഞ പോലത്തെ ഓണം എങ്ങനെ ഉണ്ടായിരുന്നു? അത് കുഴപ്പമില്ല. തകർത്തില്ലേ? ഇന്നത്തെ നന്നായി തകർക്കണം. ഈ കൊല്ലം ഓണം തകർക്കൂ? എങ്ങനെ അടിച്ചു വിളിക്കില്ലേ? ഇതിന് കൂട്ടുകാർക്കോ അടിച്ചു വിളിക്കൂ? ആവശ്യം നോക്കിട്ടെ, എങ്ങനെയുണ്ട് ഈ കൊല്ലത്തെ ഓണം? സൂപ്പർ അല്ലേ? തകർക്കില്ലേ? എന്തൊക്കെയാണ് പ്ലാനുകള്? നമുക്ക് ഡാൻസ് കളിക്കാം. പിന്നെ ഗെയിം കളിക്കാം. എല്ലാം തകർക്കില്ലേ? എല്ലാം ജയിക്കില്ലേ? പൊളിയല്ലേ? അപ്പൊ പൊളി പറയും. ഹാപ്പി ഓണം പറഞ്ഞോളൂ. ഓക്കെ സെറ്റ്. അപ്പൊ നമുക്ക് ഹാപ്പി ഓണം. ഇത് അടുത്ത എപ്പിസോഡ് വീണ്ടും കാണാം. ഓക്കെ, ഹാപ്പി ഓണം.